ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, സുഖമാണോ? ഈ ദിവസങ്ങളിലെല്ലാം വീഡിയോ 5 മണി കഴിഞ്ഞിട്ട് 5:30, 5:35 പല സമയം വൈകുന്നുണ്ട്. റിയലി സോറി. വേറെ നിർവാഹമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്തും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി വരുന്നു. പിന്നെ പല സാഹചര്യങ്ങളും വരുന്നതുകൊണ്ടാണ്. കർത്താവ് സഹായിച്ചാൽ നാളെ മുതലെല്ലാം ഓർഡറാക്കാം. ഒരു കാര്യം ചെയ്യേ, ഇന്ന് അന്മറിഞ്ഞവർ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ. മനസ്സറിഞ്ഞങ്ങ് പ്രാർത്ഥിച്ചോ, എല്ലാം അങ്ങോട്ട് ഒരു കൃപയിലാകാൻ പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് സുഭാഷിതങ്ങൾ 29:15. അതായത് വചനത്തിന് വിരുദ്ധമായ നിയമങ്ങൾ വരുന്നൊരു കാലഘട്ടം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതൊരു ദൈവവചന ഉദാഹരണം: താഠനവും ശാസനവും ജ്ഞാനം പകർന്നു നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തി വെക്കുന്നു. അല്ലേ? ഇപ്പോൾ ബൈബിളിലൊരു വചനമാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികളെ ശാസിക്കുക, കുട്ടികളെ വഴക്ക് പറയുക, കുട്ടികളെ തിരുത്തുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ശിക്ഷണം കൊടുക്കുക, അല്ലേ? പക്ഷേ നമുക്ക് നോക്കുകയാണ്, പല രാജ്യങ്ങളിലും കുട്ടികളൊന്നും ചെയ്യാൻ പാടില്ല എന്ന തരത്തിലുള്ള നിയമങ്ങൾ വരികയാണ്. സത്യത്തിൽ ഓക്കെ, അതിന് കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള രാജ്യത്തിൻ്റെ നിയമങ്ങളാണ്. തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് സദ്ഗുണങ്ങൾ അപ്രത്യക്ഷമായിട്ട് തുടങ്ങും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കുട്ടിയെ എന്തെങ്കിലും തരത്തിലുള്ള ചൈൽഡിനെ അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികൾക്ക് ഒരു അപകടം ഉണ്ടാക്കുന്ന സാഹചര്യം അറിഞ്ഞ് തീർച്ചയായിട്ടും ആ നിയമം വന്നാൽ നമ്മൾ തന്നെ അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. അതെല്ലാം 100%. ഞാൻ അതിനെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മുടെ കുട്ടികളിലേക്ക് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പ്രായമുള്ള കാരണവന്മാരെന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളെ വളർത്തിയ ചില മാർഗങ്ങൾ, ചില രീതികൾ, അല്ലേ? കാപ്പിവടിയും, അല്ലേ? അങ്ങനെയൊക്കെയുള്ള പല സംഗതികളും, അല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കി, ആ ഒരു ശാസനം, ചിലപ്പോൾ ചില താഠനം, അല്ലേ? ചിലപ്പോൾ ചില വഴക്ക് പറച്ചിൽ, അതപ്പോൾ അതാ കുട്ടിക്ക് ഒരു ജ്ഞാനം പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ വഴക്ക് പറഞ്ഞ് വളർത്തുന്നവരെ വഴക്ക് പറയാതെ വളർത്തുന്ന വ്യത്യാസമുണ്ട് സെൽഫിൻ്റെ കാര്യത്തിലൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വചനത്തിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ ലോകത്തിൽ വരുന്നൊരു കാലഘട്ടമാണ്. അവിടെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളിലും വചനാധിഷ്ഠിതമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെ തന്നെ ഫോം ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിന് വിരുദ്ധമായ കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അധ്യാപകർ വിട്ടുപോയി, അല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഉത്തരവാദിത്തമുള്ളവർ മതാധ്യാപകരായിരിക്കാം, മാതാപിതാക്കന്മാരായിരിക്കും, ഒക്കെ പ്രശ്നങ്ങൾ വരും. പക്ഷെ നേരെ മറിച്ച് അതങ്ങനെയല്ല, ബിബിളിക്കൽ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പരാതിയില്ല, പിന്നെ വിഷയമില്ലല്ലോ, അല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരും, നിങ്ങൾ ഒരു സെൻസിൽ മനസ്സിലാക്കണേ, തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമുക്കറിയാം, ബൈബിളിലെ ശാസനം, തിരുത്തൽ, അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കൃപ പകർന്നു കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനിയായ ശാസകൻ ഒരു കണ്ഠാഭരണം ഇട്ടുവരുന്ന പോലെ എന്നൊക്കെയാണ് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ ഓരോന്നിനെയും വിവേചിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ഭാവിയിൽ നമുക്ക് ഒരു ക്രൈസ്തവ ഒരു മൂല്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. അത്ഭുതകരമായ ദൈവകൃപകളും അത്ഭുതകരമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകങ്ങളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ ദുഷ്ടാരൂപങ്ങളെയും, എല്ലാ പൈശാചക്തികളെയും, എല്ലാ ശല്യങ്ങളെയും, ബാധകളെയും, ഭൂതങ്ങളുടെ തടസ്സങ്ങളെയും യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ഞാട്ടിപ്പായിക്കുന്നു. വചനത്തിനനുസരിച്ച് കർത്താവ് കുടുംബത്തെ, മക്കളെല്ലാം ഫോം ചെയ്യാനുള്ള വലിയൊരു ദൈവകൃപ ഓരോരുത്തരുടെ മേലെ ആവസിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.